ഹായ്. ആ ടെൻഷനാണോ? അല്ല, കുറച്ച് വേണ. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പിന്നെ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവുക, അവരുടെ മുന്നോക്കി ചിരിക്കുക, ഐ കോണ്ടാക്ട് ഉണ്ടാവുക, ഫുൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല. Mr. Aglesh Verma? യെസ് മാം. ഓക്കെ ബ്രോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മേ കമിങ് സർ? Yes, coming. ഭഗവാനെ, വള്ളി. സാറി വള്ളി ചെരുപ്പിട്ടാ ജോലി കിട്ടാ. Get out. അപ്പൊ പിന്നെ നാളെ ഞാൻ ഷൂട്ടിട്ട് വരല്ലേ? I say you get out. എന്റെ അപ്പോ ശരി എന്നാ. കഴിഞ്ഞ ഇത്ര ഉണ്ടെന്നാ? ഓ, പോട്ടെ. ആ ശരി. Mr. Danny Joseph? May I come in, sir? Yeah, come in. Please take your seat. Mr. Danny, please introduce yourself. I'm Danny Joseph and I come from Ernakulam. I completed my studies in Aluva and I take graduation under Anna University. So, Mr. Danny Joseph, tell me about a person who inspired in your life most. My dad, sir. Who is your role model? Same answer, sir. My dad. So, Mr. Danny, will you smoke or drink? No, never, sir. Your lips say that. No, sir. താൻ എന്തിനാണ് ചിരിക്കണേ? അതിന് എൻ്റെ അപ്പൻ എന്നെ കുടിക്കാനോ വലിക്കാനോ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല അതെൻ്റെ മുന്നിൽ ചെയ്ത് കാണിച്ചിട്ടില്ല. പിന്നെ എന്തിനാ, സർ? Please give me your certificates. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ മോശമാണ്, സാറേ. അപ്പൊ ഈ പുതിയ ഫോർമേഷൻ അതപ്പൻ്റെ ഒരു ദിവസക്കൂലിയാണ്, സാറേ. മിസ്റ്റർ ഡാനി, 10th-ലും 12th-ലും തനിക്ക് മാർക്ക് കുറവായിരുന്നു. ബട്ട് ബിടെക് സെം എക്സാമിന് താൻ നന്നായി സ്കോർ ചെയ്തിട്ടുമുണ്ട്. ഒരു ശരാശരി വിദ്യാർത്ഥി സ്കോർ ചെയ്യുന്നതിനും അധികമാണ് തൻ്റെ മാർക്ക്. സോ ഐ തിങ്ക് യു ഹാവ് ഫേസ്ഡ് മെനി ഓബ്സ്റ്റക്കിൾ. ആം ഐ റൈറ്റ്? സോ മിസ്റ്റർ ഡാനി, വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദ ടേൺ ഓവർ ഇൻ യുവർ ലൈഫ്? അതിനും കാരണം എൻ്റെ ഡാഡാണ്, സാർ. Dad. Who's he? Is he a great man? No, sir. A common man. But for me, he's a great hero. ലിസൺ, ഇത്രയും ഇൻസ്പയർ ചെയ്ത ആ വ്യക്തിയെ കുറിച്ച് അറിയാൻ ചെറിയൊരു ആഗ്രഹമുണ്ട്. വിൽ യു പ്ലീസ് ഷെയർ? കുറച്ചു കൊല്ലം മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സ്കൂളിൽ കിട്ടി. അതിലൊരു ചോദ്യം ഇങ്ങനെയാണ്, അച്ഛൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുന്നത്. അന്ന് ഞാൻ അഭിമാനത്തോടെ എഴുതിയൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛനൊരു വലിയ ബിസിനസ് മാൻ ആണെന്ന്. എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ ആഗ്രഹിക്കുന്ന ഒരു ആർഭാട ജീവിതമായിരുന്നു എൻ്റെ. അങ്ങനെ നല്ല രീതിയിൽ ആലമ്പിക്കൊണ്ട് 10th പ്ലസ് 2 കടന്നുപോയി. അങ്ങനെ അവസാനം അവൻ എൻ്റെ ലൈഫിലോട്ട് വന്നു, എൻ്റെ ബൈക്ക്. Drop it hard. പിന്നീട് കോളേജിൽ പോയപ്പോൾ അവിടെയും കിട്ടി ഒരു ആപ്ലിക്കേഷൻ ഫോം. അതിൽ അച്ഛൻ്റെ ജോബ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട്. അന്ന് പക്ഷേ എഴുതിയപ്പോൾ കണ്ണും നിറഞ്ഞിരുന്നു. കാരണം അപ്പോഴേക്കും ബിസിനസ്സൊക്കെ തകർന്നു. വീട്, കാറ്, സ്ഥലം എല്ലാം
ഒറ്റ നിമിഷം കൊണ്ടില്ലാതെ. അന്ന് ഞാൻ കണ്ടത് ചിരിയോടെ വരവേൽക്കുന്ന എൻ്റെ അച്ഛനായിരുന്നു. എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറത്ത് ചിരിയുടെ മുഖംമൂടിയിട്ട എൻ്റെ അച്ഛൻ. ബിടെക് പഠിക്കുമ്പോൾ പണത്തിനു വേണ്ടി കഷ്ടപ്പെടുകയും 3 നേരം മക്കൾക്ക് ആഹാരം വിളമ്പുമ്പോൾ 1 നേരം മാത്രം ആഹാരം കഴിച്ച് തൃപ്തിപ്പെടുമായിരുന്നു എൻ്റെ അച്ഛൻ. പിന്നീട് കാശിനു വേണ്ടി എൻ്റെ ബൈക്ക് വരെ കൊടുക്കേണ്ടി വന്നു. ആ സമയത്ത് കൂടെ നിന്ന ബന്ധുക്കളോ നാട്ടുകാരോ ആരും ഉണ്ടായില്ല. ലാസ്റ്റ് ഇയർ ആയപ്പോൾ ഫീസ് അടയ്ക്കാൻ കാശ് തികയാതെ വന്നു. അങ്ങനെ ജോലിക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അച്ഛൻ കോമ സ്റ്റേജിലായി. അതോടെ ആ മുഖത്ത് ചിരിയും വന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു ആ ചിരി തിരിച്ചു കൊണ്ടുവരണമെന്ന്. അങ്ങനെ പഠിച്ചു നേടിയതാണ് സാർ ഈ മാർക്ക്. ഹലോ ഹലോ, അതെ, നിങ്ങൾ എന്നെ കിട്ടിയത് നിങ്ങളുടെ അച്ഛനെ നോക്കാൻ വേണ്ടിയാ അല്ലാലോ. ഇത്ര നാള് ഞാൻ സഹിച്ചു മടുത്തു. എനിക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇന്ന് എനിക്കറിയണം, ഞാൻ നിൽക്കണോ അതോ അച്ഛൻ നിൽക്കണോ? എന്താ നിങ്ങളുടെ തീരുമാനം? നിനക്ക് പോവാം. So, Mr. Danny Joseph, my last question. Suppose now a dangerous situation. ഒരു സൈഡിൽ നിന്നെ സ്നേഹിക്കുന്ന ഭാര്യ, മറ്റേ സൈഡിൽ നിന്നെ വളർത്തിയ അച്ഛനും അമ്മയും. Whom will you consider first? What's your answer? നീ ഒരു പെണ്ണൊക്കെ കേട്ട് കഴിഞ്ഞ അവളുടെ വാക്കിട്ട് നമ്മളൊക്കെ ഉപേക്ഷിക്കുവോ? എന്നെ ഈ ലോകത്ത് കൊണ്ടുവന്നത് നിങ്ങളാണ്. ഞാൻ ആദ്യം ഉച്ചരിച്ച വാക്ക് നിങ്ങളുടെയാണ്, അച്ഛൻ, അമ്മ. പിന്നെ ഇത്ര നാളെ നിങ്ങളല്ലേ കൂടെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളെ മറന്ന് വേറൊരാളെ സ്വീകരിക്കേണ്ട ആവശ്യം നമുക്കില്ല. എനിക്ക് നിങ്ങൾ മതിയപ്പ. So, a happy news for you, Danny. You are appointed as the zonal manager of this company and with a salary of rupees 50,000 per month. Are you happy, Danny? Yes, sir. So you can join on next Monday, and that's all. You can leave now. Best of luck. Excuse me. ഡാനി, വിരോധമില്ലെങ്കിൽ താങ്കളുടെ അച്ഛൻ്റെ ഒരു ഫോട്ടോ തരാമോ? ഷുവർ സാർ. ഇതാണ് താങ്കളുടെ അച്ഛൻ. സോറി സർ. എന്ത് സാർ, ഞങ്ങൾക്കറിയില്ലായിരുന്നു. മകൻ വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇങ്ങനെ സർപ്രൈസസ് നൽകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോറി സർ. റിയലി സോറി സർ. ഐ എം റിയലി സോറി. അറിയില്ലായിരുന്നു സർ. എന്തിനാ എന്നോട് സോറി പറയുന്നത്? താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. താങ്കളുടെ അച്ഛൻ ഒരു ഗ്രേറ്റ് ഫാദർ മാത്രമല്ല, ഹീസ് എ ഗ്രേറ്റ് ലെജൻഡ് ആൻഡ് ഹീസ് ഓണർ ഓഫ് അവർ കമ്പനി, മിസ്റ്റർ ജോസഫ് കുരുവിള. ഞാനൊരു നല്ല അച്ഛനാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, എൻ്റെ മക്കളുടെ ഭാവി എൻ്റെ കൈകളിലാണ്. അതേ കൈകളിലൂടെ ഞാൻ അവരെ സുരക്ഷിതമാക്കേണ്ടതാണ്.
എന്റെ അധിക ലാളനം കൊണ്ട് എന്റെ മകൻ കൈവിട്ടു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതൊരു മാതാപിതാക്കളും ചെയ്യേണ്ട ഒരു കടമ ഞാൻ ചെയ്തു. പക്ഷേ അത് ഇങ്ങനെ ഒരു വഴിയിലൂടെയാണെന്ന് മാത്രം. കാശുണ്ടാക്കുന്ന ഒരു യന്ത്രം മാത്രമായിട്ടാണ് ചിലര് അവരുടെ അപ്പന്മാരെ കാണുന്നത്. ഒരു അച്ഛന്റെ കഷ്ടപ്പാട് എന്താണെന്നും ഒരു അമ്മയുടെ വേദന എന്താണെന്നും ഇപ്പൊ അവൻ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങ പറ, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണ്? അതല്ല അതിന്റെ ഒരു ശരി.